Hello all, welcome to the first class of Investment Management. So, MCOM third semester finance elective subject ആയിട്ടുള്ള സബ്ജക്ട്സിൽ ഒന്നായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ആൻഡ് ഏതൊരു രാജ്യത്തിന്റെയും ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു വൈബ്രന്റ് സെക്ടറാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഓർ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. കാരണം ഇക്കണോമിക് ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ഈ ഒരു സെക്യൂരിറ്റീസ് മാർക്കറ്റാണ്. കാരണം ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റിലൂടെയാണ് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് എൻഗേജ് ചെയ്യുന്നതും ട്രേഡിംഗ് ആൻഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്നതും. ആൻഡ് നൗ ഇന്ത്യ സെക്യൂരിറ്റീസ് മാർക്കറ്റിംഗ് ഈസ് ഇൻ ട്രാൻസിഷൻ. ഒരുപാട് റെവല്യൂഷണറി ചേഞ്ചസ് നടത്തപ്പെടുന്നുണ്ട്. മറ്റുള്ള ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിലുള്ള സെക്യൂരിറ്റീസ് മാർക്കറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ ഭാഗമായിട്ടുള്ള അത്രയും ഡെവലപ്മെന്റ് ഇപ്പോൾ എന്തുണ്ട് ഇന്ത്യ സെക്യൂരിറ്റീസ് മാർക്കറ്റിലുണ്ട്. ആൻഡ് ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോമിനന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസും അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലൂടെയാണ് ഇൻവെസ്റ്റേഴ്സ് ഓർ പാർട്ടീസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് നടത്തുന്നതും ഇൻവെസ്റ്റ്മെന്റ് പ്രാക്ടീസസ് നടത്തുന്നതും. ആൻഡ് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. സോ അവർ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഓൾ അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. ഇറ്റ് ഈസ് സിംപ്ലി സാക്രിഫൈസിങ് പ്രസന്റ് കൺസംഷൻ ഫോർ ഫ്യൂച്ചർ ഗെയിൻസ്. ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ ഇൻകത്തിൽ നിന്നും ഒരു പോർഷൻ ഓഫ് എമൗണ്ട് നമുക്ക് ഫ്യൂച്ചർ ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് യൂട്ടിലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സിംപ്ലി ഒരു പേഴ്സണ് 1 lakh രൂപി എന്ത് കിട്ടുന്നുണ്ട്, ഇൻകം ലഭിക്കുന്നു എന്ന് വിചാരിക്കാം. അതിൽ അദ്ദേഹം 75,000 അദ്ദേഹത്തിന്റെ സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ആൻഡ് ദ റിമൈനിങ് 25,000 അദ്ദേഹം എന്തെങ്കിലും റിട്ടേൺ ലഭിക്കുന്ന ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ആ ഒരു 25,000 ചാനലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ യൂട്ടിലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ലഭിക്കുന്ന ഇൻകത്തിൽ നിന്നും സ്പെൻഡ് ചെയ്യാതെ മാറ്റിവെക്കുന്ന സേവിങ്സ്, ആ സേവിങ്സ് നമ്മൾ എന്തിനെങ്കിലും ഫ്യൂച്ചർ ഗെയിൻ ലഭിക്കുന്ന ഒരു ആക്ടിവിറ്റിക്ക് മൊബിലൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ഉള്ള ഒരു ഫിനാൻഷ്യൽ അസറ്റിലേക്ക്, റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്കിന് ബാധകമായിട്ടുള്ള അല്ലെങ്കിൽ റിസ്ക് ഉണ്ടാകും എന്നുള്ള ദാറ്റ് മീൻസ് ഏതൊരു ഇൻവെസ്റ്റ്മെന്റിലും എന്തുണ്ടായിരിക്കും, റിസ്ക് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് റിട്ടേൺ ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ലോസ് ആവുക, മറ്റെന്തെങ്കിലും റിസ്ക് ഒക്കെ ഉണ്ടാവും. ആ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ഉള്ള ഫിനാൻഷ്യൽ അസറ്റ്സിലേക്ക് ഒരു വ്യക്തി അയാളുടെ ക്യാഷ് ഓർ മണി എൻഗേജ് ചെയ്യാമെന്ന് ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസിഷനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി ഓൾസോ. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. Or we can say that investment is the employment of funds with the aim of getting return on it. എന്തായാലും നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ഇൻവെസ്റ്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഓൺലി ഫോർ ഗെറ്റിംഗ് റിട്ടേൺ ഓൺ ഇറ്റ്. ഇപ്പോൾ ഏതൊരു വ്യക്തിയായാലും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും അവർ മേജർ എയിം ചെയ്യുന്നത് റിട്ടേൺ തന്നെയായിരിക്കും. And there are two concepts of investment. Economic concept ഉണ്ട് ഇൻവെസ്റ്റ്മെന്റിന്, ഫിനാൻഷ്യൽ കൺസെപ്റ്റും ഉണ്ട്. എക്കണോമിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ വെൽത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെൽത്ത് ആഡ് ചെയ്യുക എന്നുള്ളൊരു ഹോപ്പോട് കൂടിയിട്ട് നമ്മളിപ്പോൾ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റോ അല്ലെങ്കിൽ ഒരു മെഷീനറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ന്യൂ പ്ലാന്റ്സിന്റെ ഒക്കെ മുകളിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ എക്കണോമിക് കൺസെപ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെൽത്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. So economic concept of investment is wealth creating oriented and that depends on return on investment and real cost of capital.
ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ഫിനാൻഷ്യൽ കൺസെപ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് commitment of funds in financial assets with the hope of getting current income in the form of dividend, interest or capital gain. അപ്പോൾ ഫിനാൻഷ്യൽ കൺസെപ്റ്റ് നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്? ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന്റെ ഫണ്ട് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ അസറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അസറ്റിലേക്ക് കമ്മിറ്റ് ചെയ്യുന്നു. ആൻഡ് ആ ഫിനാൻഷ്യൽ അസറ്റിലേക്ക് അവരുടെ ഫണ്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ എയിം എന്ന് പറയുന്നത് ഗെറ്റിംഗ് കറന്റ് ഇൻകം. ആ എന്താ പറയുക, ആ ഒരു ഫണ്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയം മുതൽ ഡിവിഡൻഡ് ഫോമിലോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫോമിലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഫോമിലോ ഇൻകം ലഭിക്കും അല്ലെങ്കിൽ ലഭിച്ചു തുടങ്ങും എന്നുള്ളൊരു ഹോപ്പിലാണ് എന്ത് നടത്തുന്നത്, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ ഇറ്റ് ബിക്കംസ് ദ ഫിനാൻഷ്യൽ കൺസെപ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. സോ ഈ ഒരു പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഫിനാൻഷ്യൽ കൺസെപ്റ്റിൻ ബേസിസിലാണ്. ഓക്കെ, so here we have a definition about investment. According to Sharp, investment is sacrifice of certain present value for some uncertain future value. Simple definition അല്ലേ? ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന്റെ പ്രസന്റ് വാല്യൂ സാക്രിഫൈസ് ചെയ്തിട്ട് ഫ്യൂച്ചർ വാല്യൂ, അൺസർട്ടൻ ഫ്യൂച്ചർ വാല്യൂ ഏൺ ചെയ്യുന്ന ഒരു പ്രാക്ടീസിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 lakh റുപ്പീ നമുക്ക് ഇൻകം ലഭിക്കുന്നുണ്ട്. അവിടെ 75,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു. ബാക്കി 25,000 വേണമെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ തന്നെ യൂട്ടിലൈസ് ചെയ്യാം അല്ലേ? ബട്ട് ആ ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു വാല്യൂ, ആ ഒരു 25,000 അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. സോ ഹി ഈസ് സാക്രിഫൈസിങ് ഹിസ് പ്രസന്റ് കൺസെപ്ഷൻ ഓർ സാക്രിഫൈസിങ് certain present value of certain amount അല്ലെ? ഇപ്പോൾ അതെന്ത് ചെയ്യുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് സാക്രിഫൈസ് ചെയ്യുന്നത്? ഫോർ ഗെറ്റിംഗ് സം അൺസർട്ടൻ ഫ്യൂച്ചർ വാല്യൂ. ഭാവിയിൽ അൺസർട്ടൻ ആയിട്ടുള്ള ഫ്യൂച്ചർ വാല്യൂ നോട്ട് ദ പോയിന്റ്. നമുക്ക് പറയാൻ പറ്റില്ല ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. വി കൻ നോട്ട് പ്രെഡിക്റ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് മേ ബി റിട്ടേൺ ആയിരിക്കാം, മേ ബി ലോസ് ആയിരിക്കാം. ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു അൺസർട്ടൻ ഫ്യൂച്ചർ വാല്യൂ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ നടത്തുന്ന ഒരു പ്രസന്റ് വാല്യൂ സാക്രിഫൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് അത് നമുക്ക് ഓൾറെഡി ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ഔട്ട്ലൈൻ എന്ന രീതിയിൽ പറയുവാണ്. ഒരുപാട് ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെ, ബാങ്ക് FD ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ ബോണ്ട്, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള ബോണ്ട് ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഗോൾഡ് ഒരു വളരെ ശരിക്കും പറയുവാണെങ്കിൽ ഒരു റിസ്ക്ലെസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. സ്റ്റോക്സ് ഉണ്ട്, കമ്പനീസിന്റെ സ്റ്റോക്സ്, അതൊരു റിസ്കി ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് PPF എന്നൊക്കെ പറയാന്നുണ്ടെങ്കിൽ കൂടുതലും ടാക്സ് ബെനിഫിറ്റ്സ് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് PPF എന്ന് പറയുന്നത്. ദെൻ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റോക്സ്, പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, ബോണ്ട്സ്, ഡിബഞ്ചേഴ്സ്, മറ്റ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്, അതൊക്കെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. പിന്നെ പറയുന്നത് നാഷണൽ പെൻഷൻ സ്കീമാണ്. പിന്നെ റിയൽ എസ്റ്റേറ്റ്, അതേപോലെ തന്നെ ട്രേഡ് ഓഫ് ബുള്ളിയൻസ്, അതൊക്കെ എന്താണ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഓക്കെ, നൗ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ദ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ്. നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്. ബേസിക്കലി റിട്ടേൺ അല്ലേ? അപ്പൊ ഏതൊരു ഇൻഡിവിജ്വലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഷുവർലി ഫോർ ഗെറ്റിംഗ് or in expectation of a return, തീർച്ചയായിട്ടും. ആൻഡ് റിട്ടേൺ എന്ന് പറയുന്നതിന് 2 കോമ്പോണൻസ് ഉണ്ട്. ഇൻകം ഉണ്ടായിരിക്കാം, ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഉണ്ടായിരിക്കാം. ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഡിവിഡൻറ്റോ ഇൻട്രസ്റ്റോ ഒക്കെ ആണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഇൻകം കോമ്പോണന്റ് എന്ന് വിളിക്കും. ഇനി അതല്ല, ഒരു അസറ്റ് വാങ്ങിയിട്ട് അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് വിളിക്കും. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെയിൽ പ്രൈസ് ആൻഡ് പർച്ചേസ് പ്രൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ ഏതൊരു ഇൻവെസ്റ്റ്മെന്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റും ക്യാപ്പബിൾ ആയിരിക്കണം ഫോർ ഗിവിംഗ് പ്രോപ്പർ റിട്ടേൺ ടു ദ ഇൻവെസ്റ്റേഴ്സ്.
സെക്കൻഡ് വൺ റിസ്ക്. ഏറ്റവും എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിസ്ക് എന്ന് പറയുന്നത്. എല്ലാ ഇൻവെസ്റ്റ്മെന്റിലും ഇൻഹറന്റ് ആണ് റിസ്ക്. അത് പല രീതിയിലായിരിക്കാം. നോൺ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ആയിരിക്കാം, ക്യാപിറ്റൽ ലോസ് ആയിരിക്കാം, റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഡിലേ ആയിരിക്കാം. അങ്ങനെ ഒരുപാട് ടൈപ്പ് റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ചില സെക്യൂരിറ്റീസിന് അല്ലെങ്കിൽ ചില ഇൻവെസ്റ്റ്മെന്റ്സിന് ലൈക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ബാങ്ക് ഡെപ്പോസിറ്റ്, ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ കുറച്ച് റിസ്ക് ലെസ് ആയിരിക്കും. മറ്റു ചിലത് ഹയർ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും, ലൈക്ക് ഓപ്ഷൻസ് തുടങ്ങിയ ഡെറിവേറ്റീവ്സ് ഒക്കെ ഒരുപാട് റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കും. എന്തായിരുന്നാലും റിസ്ക്കും റിട്ടേണും റിലേറ്റഡ് ആണ്, ഇന്റർ റിലേറ്റഡ് ആണ്. ബോത്ത് റിസ്ക് ആൻഡ് റിട്ടേൺ ആർ ഇന്റർ റിലേറ്റഡ്. ബിക്കോസ് എല്ലാവർക്കും അറിയാം എത്രത്തോളം റിസ്ക് കൂടുന്നു അത്രത്തോളം എന്തായിരിക്കും റിട്ടേൺ കൂടും, അല്ലേ? ജനറലി ദ ഹയർ ദ റിസ്ക് ദ ഹയർ ഇസ് ദ റിട്ടേൺ ഓൾസോ ആൻഡ് വൈസ് വേഴ്സ. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഒന്ന് തന്നെയാണ് എന്ത്, റിസ്ക് റെഡ്യൂസ് ചെയ്യുക ഓർ റിസ്ക് മിനിമൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് സേഫ്റ്റി. ഏതൊരു ഇൻവെസ്റ്ററും എപ്പോഴും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വയ്ക്കും, അല്ലേ? An investor always look for safety of his investment. എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി ഓഫ് ദ പ്രിൻസിപ്പൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിൻസിപ്പൽ എമൗണ്ടിനാണ് കൂടുതൽ സേഫ്റ്റി എന്ത് ചെയ്യുന്നത്, എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ക്യാപിറ്റലിന്റെ മുകളിലുള്ള റിട്ടേണിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്യാപിറ്റലിന്റെ റിട്ടേൺ ആണ്. സോ ഓൾ ഇൻവെസ്റ്റേഴ്സ് നീഡ് സേഫ്റ്റി ഓഫ് പ്രിൻസിപ്പൽ. That means principal amount, the invested amount. Okay, and fourth one, growth. സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ്. ചില ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം കൂടുതൽ ഇൻവെസ്റ്റേഴ്സും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ദേ വാണ്ട് ദ ഇൻവെസ്റ്റഡ് എമൗണ്ട് ടു ഗ്രോ. അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അവരുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ ഗ്രോ ചെയ്യണം എന്നുള്ളതാണ്. സോ ഗ്രോത്ത് ഈസ് ഓൾസോ an important objective of investment. The next one, liquidity. ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അതായത് ഈസിലി സെയിലബിൾ ഓർ മാർക്കറ്റബിൾ ആയിട്ടുള്ള, വിതൗട്ട് ലോസ് ഓഫ് മണി ഈസിലി സെയിലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോഴുള്ള പ്രസന്റ് കൺസെപ്ഷൻ പോസ്റ്റ്പോൺ ചെയ്യാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പെർമനന്റ് പോസ്റ്റ്പോൺമെന്റ്. അവർക്കത് ആവശ്യമുള്ളപ്പോൾ, ഇൻവെസ്റ്റഡ് എമൗണ്ട് ആവശ്യമുള്ളപ്പോൾ അത് അവർക്ക് ക്യാഷിലേക്ക് റിയലൈസ് ചെയ്യണം വിതൗട്ട് ലോസ് ഓഫ് ടൈം ആൻഡ് വാല്യൂ. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക. സോ ഓൾ ഇൻവെസ്റ്റേഴ്സ് നീഡ് ലിക്വിഡിറ്റി ഓഫ് ദർ ഇൻവെസ്റ്റ്മെന്റ്. ദെൻ നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫറബിലിറ്റി. ട്രാൻസ്ഫറബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം പ്രൊസീജിയേഴ്സ് കൊണ്ടുവരിക, ലെസ് പേപ്പർ വർക്ക്സ്, നോ സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇതൊക്കെയാണ് ഈസി ട്രാൻസ്ഫറബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില സെക്യൂരിറ്റീസിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ട്രാൻസ്ഫറബിലിറ്റി ഈസി ആയിരിക്കും, അതായത് ബിയറർ ബോണ്ട്സ് ഒക്കെ. പക്ഷേ ചില ലിസ്റ്റഡ് സ്ക്രിപ്റ്റ്സിനും ഒക്കെ കുറച്ച് ട്രാൻസ്ഫറബിലിറ്റി എന്തായിരിക്കും, ടഫായിരിക്കും. അപ്പോൾ അതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവിൻ്റെ ഒരു പോയിന്റ് തന്നെയാണ്. പിന്നെ ഉള്ളത് ടാക്സ് എക്സംഷൻ ആണ്. കൂടുതൽ ഇൻവെസ്റ്റേഴ്സും പ്രിഫർ ചെയ്യുന്നത് ടാക്സ് ബെനിഫിറ്റ് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ടാക്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ചില ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ലൈക്ക് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീംസ്, LIC പോളിസീസ്, മെഡിക്ലെയിം പോളിസീസ്, PPF, ഇക്വിറ്റി കമ്മിറ്റഡ് ഫ്യൂച്ചർ ഫണ്ട് സ്കീംസ്. ഇതൊക്കെ കൂടുതലും ടാക്സ് ബെനിഫിറ്റ് ഉള്ള അല്ലെങ്കിൽ ടാക്സ് എക്സംഷൻ ഉള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്, ടാക്സ് ബെനിഫിറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെയാണ് കൂടുതലും സാലറിഡ് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിലേക്കാണ് ഫോക്കസ് ചെയ്യുക. ദ നെക്സ്റ്റ് വൺ, പ്രൊട്ടക്ഷൻ ഓഫ് ഫ്യൂച്ചർ, അല്ലേ? കാരണം ഏതൊരു ഇൻവെസ്റ്റ്മെന്റും ആ ഇൻവെസ്റ്റർക്ക് നൽകുന്നത് ഒരു ഫ്യൂച്ചർ കൺസംഷൻ ഓഫ് ക്യാഷ് ആണ്, അല്ലെ? ഇപ്പോൾ അവരത് സാക്രിഫൈസ് ചെയ്യുമ്പോൾ അവർക്ക് പിന്നീട് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ കൺസ്യൂം ചെയ്യാം. സോ അവരുടെ ഫ്യൂച്ചർ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. ദ നയൻത് വൺ, ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ.
നോട്ട് ദ പോയിന്റ്. നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ നമ്മുടെ റേറ്റ് ഓഫ് ഇൻഫ്ലേഷനേക്കാളും ഹയർ ആയിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്ക് അയാളുടെ എമൗണ്ട് അല്ലെങ്കിൽ മണി ലോസ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. സോ നമ്മൾ ശ്രദ്ധിക്കാം, നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലേഷനെ ഹെഡ്ജ് ചെയ്യാൻ സാധിക്കുന്നതാണോ? ഇൻഫ്ലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, മണി വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതാണ്. ആ ഒരു ഇൻഫ്ലേഷനെ ഹെഡ്ജ് ചെയ്യുക, ദാറ്റ് മീൻസ് ഇൻഫ്ലേഷനെ റിഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ എന്നുള്ളത് നോട്ട് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അതല്ല, നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റിനെക്കാട്ടിലും കുറവാണ് നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ലോസിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ അതൊരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവാണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഫുൾഫിൽമെന്റ് ഓഫ് സോഷ്യൽ ആൻഡ് എസ്റ്റീം നീഡ്സ്. ഏതൊരു ഇൻവെസ്റ്റ്മെന്റിലൂടെയും ഇൻവെസ്റ്റർ എൻഷുർ ചെയ്യുന്നത് അവരുടെ ഫാമിലി സെക്യൂരിറ്റി ആയിരിക്കും. ആ ഒരു ഇൻവെസ്റ്ററുടെ ഫാമിലിയുടെയും സെക്യൂരിറ്റീസ് ആയിരിക്കും. അതായത് കൂടുതലായിട്ട് അവർക്ക് ഫാമിലിക്കും അതേപോലെ ഫാമിലി മെമ്പേഴ്സിനും ആവശ്യമായിട്ടുള്ള സോഷ്യൽ ലൈക്കിംഗ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ അവരുടെ എല്ലാ നീഡ്സും വാണ്ട്സും ഒക്കെ ഫുൾഫിൽമെന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. സോ എ ട്രൂ ഓർ ബിഗ് ഇൻവെസ്റ്റർ ഓൾവേസ് ഫീൽ എസ്റ്റീംഡ് അബൌട്ട് ദംസെൽസ് ആൻഡ് ദേ ആർ റെസ്പെക്റ്റഡ് ഓൾസോ. അപ്പോൾ ഇത്രയുമാണ് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഓഫ് കോഴ്സ് ഏതൊരു ഇൻവെസ്റ്റ്മെന്റിനും പ്രോപ്പർ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഉണ്ടായിരിക്കും, അല്ലേ? ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇസ് ദ ഓവറോൾ പ്രോഫിറ്റ് ദാറ്റ് ഇൻവെസ്റ്റർ മൈറ്റ് എക്സ്പെക്റ്റഡ് ടു റിസീവ് ഫ്രം ദ ഇൻവെസ്റ്റ്മെന്റ്. അത് പല രീതിയിലായിരിക്കും. ചിലപ്പം ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും, ഓർ ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ് ആയിരിക്കാം, ഓർ ഇൻ ദ ഫോം ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കാം. സോ വേരിയസ് ടൈപ്സ് ഓഫ് റിട്ടേൺസ് ആർ ദർ. ആൻഡ് ഇൻ തിയറി ഏത് ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് നോക്കിയാലും ദ ഹയർ ദ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി ആൻഡ് ദർ വിൽ ബി എ ഗ്രേറ്റർ ദ റിസ്ക്, അല്ലേ? സെക്കൻഡ് പോയിന്റ്, റിസ്ക്. റിസ്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി അബൌട്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫ്രം ആൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ്, അല്ലേ? നമുക്ക് പറയാം. സോ ഏതൊരു സെക്യൂരിറ്റീസും ഹയർ റിട്ടേൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തായിരിക്കും? ഹയർ റിസ്ക്കും ഉണ്ടായിരിക്കും. ആൻഡ് തേർഡ് വൺ, സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം. ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻകം സ്റ്റേബിൾ ആയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിനായിരിക്കും. ആഡിക്കേറ്റ് ആൻഡ് സ്റ്റേബിൾ ഇൻകം ഉള്ള ഇൻവെസ്റ്റ്മെന്റിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് നമുക്കിപ്പോൾ ഒരു മാസം നമുക്ക് എന്ത് കിട്ടുന്നു? റിട്ടേൺ കിട്ടുന്നു. നെക്സ്റ്റ് മന്ത് റിട്ടേൺ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ല അതൊരു സ്റ്റേബിൾ ഇൻകം ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ എല്ലാ മാസവും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻകം ലഭിക്കുന്നുണ്ടെങ്കിൽ വി കൻ സേ ദാറ്റ് ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന് സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം അഷ്യൂർ ചെയ്യാൻ സാധിക്കുന്നുള്ളത്. പിന്നുള്ളത് ഫോർത്ത് പോയിന്റ്, ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റി. ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും എന്താന്നുള്ളത് അറിയാം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ലിക്വിഡ് ആയിരിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റബിൾ ആയിരിക്കണം, ഈസിലി സെയിലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഈസിലി ട്രേഡബിൾ ആയിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള സെക്യൂരിറ്റീസിനാണ് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? പ്രിഫറൻസ് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, സ്റ്റെബിലിറ്റി ഓഫ് പർച്ചേസിംഗ് പവർ. അതായത് ഏതൊരു ഇൻവെസ്റ്ററും ഒരു ഫണ്ട് പ്രിഫർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ദ ഇൻവെസ്റ്റർ ഷുഡ് കൺസിഡർ ദ പർച്ചേസിംഗ് പവർ ഓഫ് ഫ്യൂച്ചർ ഫണ്ട്സ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഇൻവെസ്റ്റർക്ക് പർച്ചേസിംഗ് പവറുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൂ. അങ്ങനെ ഒരു ഫണ്ടിന്റെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ പർച്ചേസിംഗ് പവർ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റർ ആദ്യം എന്ത് ചെയ്യണം? എക്സ്പെക്റ്റഡ് പ്രൈസ് ലെവൽ ഇൻഫ്ലേഷൻ അനലൈസ് ചെയ്യണം. എക്സ്പെക്റ്റഡ് പ്രൈസ് ലെവൽ ഇൻഫ്ലേഷൻ അനലൈസ് ചെയ്തതിന് ശേഷം എല്ലാ രീതിയിലുള്ള ഗെയിൻസ് ആൻഡ് ലോസസിന്റെ പോസിബിലിറ്റീസും കൂടി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഇൻവെസ്റ്റർ ഷുഡ് നോ അബൌട്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് പർച്ചേസിംഗ് പവർ. ദ നെക്സ്റ്റ് വൺ, ലീഗാലിറ്റി. ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ടൈപ്പ് ഓഫ് അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ തീർച്ചയായിട്ടും ലോ അപ്രോച്ച് ചെയ്തിരിക്കുന്നതായിരിക്കണം. ഇല്ലീഗൽ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റർ ട്രബിളിലാവും. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ലീഗൽ ഫോർമാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു സെക്യൂരിറ്റീസിന്റെ മാനേജ്മെന്റ് തീർച്ചയായിട്ടും നടത്തിയിരിക്കണം.
അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാനേജ്മെന്റ് സെക്യൂരിറ്റീസ്. ഇപ്പം നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ UTIയിലോ അല്ലെങ്കിൽ LICയുടെ മ്യൂച്വൽ ഫണ്ട്സിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അവിടെ ഈ ഒരു ലീഗൽ ഫോർമാലിറ്റീസും മറ്റ് മാനേജ്മെന്റും ഒക്കെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ഒരു കോമ്പറ്റന്റ് ബോഡി തന്നെ ഉണ്ട്. So it will diversify the funds according to the principles of safety, liquidity and stability. No problem. So legality should be noted. The next one and last one, tax considerations. ഇൻകം ടാക്സ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇറ്റ് വിൽ എഫക്ട് ദ നെറ്റ് റിട്ടേൺ ഫ്രം എൻ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ടാക്സ് ഒക്കെ ഡിഡക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന നെറ്റ് റിട്ടേൺ മേ ബി ലെസ് ആയിരിക്കും. അപ്പോൾ ഇൻകം ടാക്സ് കൺസിഡറേഷൻ അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ്സ് നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പം അതൊരു പോയിന്റ് കൂടി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചില ഇൻവെസ്റ്റ്മെന്റിന് ചില ടാക്സ് ഇൻസെന്റീവ്സ് ഉണ്ട്, സ്പെഷ്യൽ ടാക്സ് ഇൻസെന്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു നെറ്റ് റിട്ടേണിൽ നിന്നുള്ള ഒരു ഡിഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ആസ് എൻ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്